ഹലോ ഗായ്സ്, എൻ്റെ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടല്ലോ ഇവിടെ അങ്ങനെ മരമൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മരം പണിക്കാർ കുറച്ച് വിറകുണ്ടായി, പിന്നെ ഇതിൻ്റെ ഓണർ കുറച്ച് വിറകുണ്ടായി. അപ്പോൾ ബാക്കിയുള്ള വിറക് നമ്മളോട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പണിയിലാണ് അച്ഛനും അമ്മയും. അപ്പം നമുക്ക് വീഡിയോ കണ്ടാലോ? ഒരു ഹായ് പറഞ്ഞോളി. ഹായ്. അല്ല ഇതുകൊണ്ടാണ് ഇങ്ങ വീഡിയോയിൽ കാണുമ്പോഴേ ഏതോ അറിയാത്തൊരു സ്ഥലം. നമ്മളെ തൊടിയുടെ ഒരു അവസ്ഥയാണ് ഇപ്പം ഈ കാണുന്നത്. ഇതൊക്കെ ഒന്ന് നേരാക്കി വരുമ്പോഴേക്കും നമ്മളെ മുറ്റാണ് ഈ കാണുന്നത്. ഒക്കെ നമ്മളെ മുറ്റാണ് കേട്ടോ. മുറ്റമൊക്കെ തൊടിയായിട്ടുണ്ട് ഇപ്പോൾ. ഇതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം. നല്ല പച്ചയായതുകൊണ്ട് പൊട്ടിക്കാൻ കിട്ടുന്നില്ല. ഇങ്ങനെ പുളിയുടെ ചുള്ളലുകൾ. മൊത്തത്തിലൊന്നും വെട്ടലൊന്നും നടക്കട്ടാവില്ല. ഇപ്പം തന്നെ സമയം ബാങ്ക് കൊടുത്തു. പറ്റണമൊക്കെ വെട്ടി ചീന്തിരിക്കണം. നമുക്ക് തൊടിയിൽ നിന്ന് വിറകെടുക്കുമ്പോൾ കിട്ടിയതാട്ടത്. കുറച്ച് ചീനമുളക്, പിന്നെ അത് പുളി അന്ന് പൊട്ടിച്ച് വെച്ചാട്ടോ. മക്കളിങ്ങനെ പച്ചയ്ക്ക് ഓരോന്നൊക്കെ തിന്നു. ഞാൻ പറഞ്ഞതാട്ടോ, ഞാൻ മുറ്റടിക്കുമ്പോൾ ശരിയാക്കിക്കോളാം. അപ്പം ചേട്ടായിക്കാൻ പറ്റില്ല അല്ലേ? ഞാൻ തന്നെ ചെയ്യണം, എന്നാലേ ഞാൻ ക്രെഡിറ്റ് ഫുള്ളിക്ക് വേണം പറഞ്ഞു. അതുകൊണ്ട് ഇന്നൊന്നും ചെയ്യാനയക്കുന്നില്ലേ. ഇങ്ങനെ സ്നേഹനിധിയായ ഒരു ഭർത്താവ് ഞങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവുമോ? ഇല്ല. എൻ്റെ ബാബട്ട മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ എന്താ വാങ്ങിത്തരിക വൈകുന്നേരത്ത്? എന്താ വാങ്ങിത്തരിക? ആ നിങ്ങളൊന്നും ഇങ്ങോട്ട് നോക്കിയേ, ആ മൊഞ്ചൊന്നും കാണട്ടെ. ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു നിധി കിട്ടി ഗൈസ്. പാവട്ടം നിധി മാന്താണ് കേട്ടാ. ഇത് വേലിക്ക് പറയരുത് കേട്ടോ. എന്തൊക്കെ ഉണ്ടാകുന്നാവോ. ഇത് കാച്ചിൽ അന്ന് നമ്മൾ കഴിച്ചിരുന്നില്ലേ? ഞങ്ങളുടെ നാട്ടിൽ കാബത്ത് എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ കാച്ചിൽ എന്ന് പറയും. ഇതിൻ്റെ ഒരു വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല സാധനമാണെന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം എടുക്കാൻ നോക്കിയത്, പക്ഷെ കിട്ടുന്നില്ല. രണ്ട് വേരിൻ്റെ ഇടയിലാണ് തോന്നുന്നത്. നല്ല താഴോട്ടുണ്ടാ സംഭവം. പിന്നെ അത് മുറിച്ച് നോക്കി ഞങ്ങൾ. അത് നമ്മുടെ ആ സുന്ദരി മുത്തശ്ശി പറഞ്ഞിട്ട് ഞങ്ങൾ മുറിച്ച് നോക്കി. അപ്പോൾ അതൊരു കളർ ചേഞ്ച് കണ്ടു അതിന്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, കഴിക്കണമെങ്കിൽ കഴിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് അതിനുള്ളൊരു ധൈര്യം ഉണ്ടായില്ല. നമ്മൾ ആ ശ്രമം അവിടെ ഉപേക്ഷിച്ചു. ഇനി ഇത് പിന്നെ അവിടുന്ന് ഒരു നാളികേരം വീണ് കിടക്കുന്നതാണ് എടുത്താണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മുളച്ചിട്ട് അതിൻ്റെ പൊങ്ങുണ്ട്, നല്ല ടേസ്റ്റാണ്, ഒരുപാട് വിറ്റാമിൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് പറയും. ഞാൻ പണിയെടുക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ. ക്യൂടെക്സ് ഒക്കെ ഇട്ട് സുന്ദരിയാവുന്നതാണ്. കഴിയുമ്പോൾ നികത്തുമ്പോൾ ചളിയുണ്ട്.